പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 1-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 23-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മിക്കവാറും എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാർ വേദപുസ്തകത്തിൽ നിന്നും അവരെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യമാണ് ഈ സങ്കീർത്തനത്തിലെ 1-ാം വാക്യം. വേദപുസ്തകത്തിലെ ഏറ്റവും മാധുര്യമേറിയ വാക്യമെന്ന പേരും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ദാവീദ് അന്ന് പാടി, ആയിരങ്ങൾ തുടർന്നു പാടി, ഇന്ന് നാമും പാടുന്നു. ഇതിൻ്റെ മാധുര്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. അർത്ഥവ്യാപ്തി വർദ്ധിച്ചു വരുന്നുണ്ട് ഓരോ ദിനവും. എഴുത്തുകാരൻ രാജാവാകുന്നതിന് മുമ്പ് ചില വർഷങ്ങൾ ഒരു ആട്ടിടയനായി ജീവിച്ചിരുന്നത് കൊണ്ട് ഒരു ഇടയൻ്റെ സ്നേഹവും പരിപാലനവും ആടുകൾക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് തനിക്ക് നന്നായി അറിയാം. അതുപോലെ യഹോവ തൻ്റെ ഇടയനാകുകയും തന്നെ എത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അവൻ തിരിച്ചറിവാണ് ഇങ്ങനെയുള്ള ഒരു പാട്ട് രചിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത്. ദൈവം നല്ല ഇടയനാകുന്നു എന്ന് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ആടുകളെക്കുറിച്ചുള്ള തൻ്റെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തിയ ഒരു സന്ദർഭം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. താൻ അത് വർണ്ണിച്ചിട്ടുമുണ്ട്. സിംഹവും കരടിയും തൻ്റെ ആടുകളെ പിടിച്ച സമയം തൻ്റെ ജീവനെ പോലും ഗണ്യമാക്കാതെ ഘോരമൃഗങ്ങളോടുകൂടി നേരിട്ട് അവയുടെ വായിൽ നിന്നും ആടുകളെ രക്ഷിച്ച അനുഭവം താൻ ഒരിക്കൽ പറയുവാനിടയായി. എന്നാൽ മറ്റു പല ഇടയന്മാരെക്കുറിച്ചും ദൈവം വളരെ വേദനയോടും വെറുപ്പോടും കൂടെ സംസാരിക്കുന്നതും നമുക്ക് തിരുവചനത്തിൽ കാണാം. എന്നാൽ നമ്മുടെ നല്ല ഇടയനായ യേശു കർത്താവിനെക്കുറിച്ച് അമ്മ പറഞ്ഞിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഇടയ ശുശ്രൂഷ അത്യന്തം ഗൗരവമുള്ളതും ഉത്തരവാദിത്വം ഉള്ളതും ആണെന്ന് തിരിച്ചറിയുകയും പിഴവ് പറ്റിയാൽ ഭയങ്കര ശിക്ഷ ഉണ്ടെന്ന് അറിഞ്ഞു വേണം സഭാ ശുശ്രൂഷയിലേക്ക് എടുത്തു ചാടുന്നതും. കാരണം ശുശ്രൂഷ ഒരു തീക്കളിയാണ്. മനുഷ്യരുടെ ആടിനെയല്ല, സംഘടനയുടെയും ആടിനെയല്ല, മറിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ അവരെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെയാണ് നോക്കേണ്ടത് എന്ന് നാം ഓർത്തിരിക്കണം. ഓരോരുത്തരുടെയും അവസ്ഥ അറിഞ്ഞ് നടത്തുന്നവനാണ് നല്ല ഇടയൻ. ചുമക്കേണ്ടതിന് ചുമന്നും നടത്തേണ്ടതിന് നടത്തിയും ശാസിക്കേണ്ടതിന് ശാസിച്ചും ക്ഷേമമായി പോറ്റി പുലർത്തുന്നവനാണ് നല്ല ഇടയനായ കർത്താവ്. ഇടയൻ ആടിൻ്റെ അവസ്ഥ അറിയാൻ എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം. യഹോവ നല്ല ഇടയനാകയാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ് ദാവീദ് അവകാശപ്പെടുന്നത്. പ്രിയ ദൈവവൈതലേ, ദാവീദിനെ പോലും നമുക്കും പറയുവാൻ കഴിയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. എങ്കിൽ മാത്രമേ ദാവീദ് അനുഭവിച്ച നന്മയും കരുണയും നമുക്കും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നാം ദൈവത്തിൻ്റെ അനുസരണയുള്ള ആടുകളായിരുന്നാൽ മേൽത്തരമായ വക കൊണ്ട് ദൈവം നമ്മെ പോഷിപ്പിക്കും. ആകയാൽ പ്രിയ ദൈവവൈതലേ, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കുന്ന ഒരു നല്ല ഇടയനായ യേശു ക്രിസ്തു നമുക്കുണ്ട്. നമുക്ക് അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം. ആമേൻ. സ്വാർത്ഥതയുള്ള കൂലിക്കാരനായ ഇടയൻ ആടിനെ വിറ്റും തിന്നും തങ്ങളുടെ കാര്യം മാത്രം നോക്കുമ്പോൾ, നല്ല ഇടയനായ നമ്മുടെ കർത്താവ് ആടുകളുടെ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും നമ്മെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നവനും കൂടെയാണ് എന്ന് നാം തിരിച്ചറിയുക. ആകയാൽ കൂരിയിൽ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ ഈ നല്ല കാവൽക്കാരനായും നല്ല ഇടയനായും നമ്മോടുകൂടെയുണ്ട്. ദാവീദ് ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെയാണ് ദൈവം തൻ്റെ ഇടയനെന്ന് അവകാശപ്പെടുന്നത്. കർത്താവിൻ്റെ ദാസിദാസന്മാരെ,
നാം നല്ല ഇടയനെ നാം ആരാധിക്കുമ്പോൾ ആ ഇടയൻ നമ്മെ കരുതണമെങ്കിൽ നല്ല അനുസരണയുള്ള ആടുകളായി യജമാനന്റെ ശബ്ദം കേൾക്കുന്ന ഇടയന്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ഇടയനോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന അനുസരണയുള്ള ആടുകളായി നമുക്കും ഏൽപ്പിച്ചു കൊടുക്കാം ദൈവകരകളിൽ. ഈ പ്രഭാതത്തിൽ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ, നാം ലോകത്തിൻ്റെ ഇടയനല്ല, ലോക മനുഷ്യരുടെ ഇടയനല്ല, സംഘടനയുടെ ഇടയന്മാരല്ല. നാം കർത്താവിൻ്റെ ഇടയനാണ്. നമ്മുടെ നല്ല ഇടയനായ യേശു കർത്താവിൻ്റെ അനുസരണയുള്ള ആടുകളായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ കർത്താവെ ഇതുവരെ ഞങ്ങളെ കിടത്തി നടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ ഞങ്ങളെ ഓരോ ദിനവും നടത്തുന്ന വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്തു. നന്മയും കരുണയും ആയുഷ്കാലം പിന്തുടരുവാൻ തക്കവണ്ണം ഞങ്ങൾ ദീർഘായുസ്സോടുകൂടെ കർത്താവേ ഞങ്ങൾ ദൈവസന്നിധി നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവേ, നല്ല ഇടയനായ നാഥൻ ഞങ്ങളെ ഓരോ ദിനവും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നപ്പോൾ, താഴ്ചകൾ വന്നപ്പോൾ അവിടെയെല്ലാം പരിപാലിച്ച് ഞങ്ങളെ നിർത്തിയ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യും. നാഥ, ഈ പ്രഭാതം ഹോസ്പിറ്റലുകളിൽ അനേക പ്രിയപ്പെട്ടവരായിരിക്കുന്നു. അനേകർ കർത്താവ് പലവിധമായ ഞെരുക്കങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ, കഷ്ടതകളിൽ കൂടെ കർത്താവ് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളെ ആർ സഹായിക്കും, ഞങ്ങളെ ആർ ആശ്വസിപ്പിക്കും എന്നോർത്ത് വിലപിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സ്വർഗം ഇന്ന് പകൽ അവരെ ആശ്വസിപ്പിക്കണം. കർത്താവെ, എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി പകരണം. സ്വർഗീയ കരത്തിൽ വഹിച്ച് നടത്തണം. നീതിയുടെ പാതയിൽ നടക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവെ സ്തോത്രം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.